വെൽക്കം എവറി വൺ ടു മൈ ലോഡ് സ്റ്റാർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ക്ലാസ് 6ലെ ബസന്ത പാഠ്യപുസ്തകത്തിലെ 8th ചാപ്റ്ററായ എസ്സേ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. വിഷ്ണു പ്രഭാകർ എഴുതിയ ഒരു നാടകമാണ് എസ്സേ. അപ്പം ഇതിനകത്ത് ആദ്യം പാത്രപരിചയമാണ്. പാത്രപരിചയം മീൻസ് ഈ നാടകത്തിനകത്തെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഓരോ റോൾ ചെയ്യുന്നത് ആരൊക്കെയാണ്, അവരുടെ റോൾ എന്താണ്, അങ്ങനെയുള്ളതാണ് പാത്രപരിചയം. മോഹൻ ഏക് വിദ്യാർത്ഥി. മോഹനാണ് ഈ സ്റ്റോറിയിലെ ഒരു മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത്. മോഹൻ ഏക് വിദ്യാർത്ഥി ഒരു സ്റ്റുഡൻ്റ് ആണ്. ദീനാനാഥ് ഏക് പഡോസി. അപ്പോൾ ദീനാനാഥ് ഒരു നൈബറാണ്. മാ മോഹൻ കി മാ, ഒരു മാ ഉണ്ട്. മാ ആരാണ്? മോഹൻ്റെ അമ്മയാണ്. പിതാ മോഹൻ കെ പിതാ, മോഹൻ്റെ അച്ഛനുണ്ട്. മാസ്റ്റർ മോഹൻ കെ മാസ്റ്റർ ജി, മാസ്റ്റർ ഉണ്ട്. മോഹൻ്റെ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകനാണ് മാസ്റ്റർ. പിന്നെ വൈദ്യജി ഡോക്ടർ തഥാ ഏക് പഡോസിൻ, പിന്നെ ഒരു വൈദ്യനുണ്ട്, പിന്നെ ഒരു ഡോക്ടർ ഉണ്ട്, പിന്നെ ഒരു നൈബർ കൂടി ഉണ്ട്. അപ്പം ഇത്രയും ക്യാരക്ടേഴ്സാണ് ആ ഡ്രാമയ്ക്കകത്ത് ഉള്ളത്. ഇനി നെക്സ്റ്റ്, ഈ നമ്മൾ ഡ്രാമ തുടങ്ങുന്ന സമയത്ത് കർട്ടൻ പൊക്കും അല്ലേ. അപ്പം കർട്ടൻ ഉയരുന്ന സമയത്ത് സ്റ്റേജിൽ കാണുന്ന ദൃശ്യം മീൻസ് സ്റ്റേജിൽ എന്തൊക്കെയാണ് കാണുന്നത് അതാണ് ഇനി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. സടക്ക് കെ കിനാരെ ഏക് സുന്ദർ ഫ്ലാറ്റ് മെയിം ബൈഠക് കാ ദൃശ്യ. അപ്പം സടക്ക് കെ കിനാരെ, റോഡിനരികത്തായിട്ട് തന്നെ ഒരു വളരെ ഭംഗിയുള്ള ഒരു ഫ്ലാറ്റ്. ആ ഫ്ലാറ്റിൽ ആദ്യം ബൈഠക് മീൻസ് ഡ്രോയിങ് റൂമാണ്, കയറി ചെല്ലുന്നവർക്ക് ഇരിക്കാനുള്ള മുറി അല്ലേ. അപ്പോൾ ആ ഡ്രോയിങ് റൂമിലാണ് ഇവിടെ ആദ്യമായിട്ട് കാണിക്കുന്നത്. ആ ഒരു ദൃശ്യമാണ് നമുക്ക് സ്റ്റേജിൽ കാണാൻ പറ്റുന്നത്. ഉസ്കാ ഏക് ദർവാസ സഡക് വാലെ ഭരാമദേ മേം ഗുൽത്താ ഹേ, ദൂസറ അന്തർ കെ കമരേ മേം, തീസറ റസോയി ഘർ മേം. അപ്പോൾ ഈ ഇതിനകത്തൊരു 3 ഡോറ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഉസ്കാ ഏക് ദർവാസ, ഒരു ഡോറ്, സഡക് വാലെ ഭരാമദേ മേം ഗുൽത്താ ഹേ, റോഡിലേക്ക് നോക്കിയിട്ടുള്ള ആ ഒരു വരാന്തയുടെ ഹോള്, അതിനകത്തേക്ക് ഓപ്പൺ ആയിട്ടുള്ള അല്ലേ, തുറക്കുന്ന ഒരു ഡോറാണ്. പിന്നെ ദൂസര അന്തർക്കെ കമരേമേം, പിന്നെ ഒരു ഡോറ് ഉള്ളിലെ ഒരു അകത്തുള്ള ഒരു മുറിയിലേക്ക് തുറക്കുന്ന ഒരു ഡോറാണ്. തീസര റസോയി ഘർമേം, അടുത്ത ഒരു ഡോർ എന്ന് പറയുന്നത് അത് അടുക്കളയിലേക്ക് കിച്ചണിലേക്ക് പോകാനായിട്ട് യൂസ് ചെയ്യുന്ന, കിച്ചണിലേക്ക് തുറക്കുന്ന ഒരു ഡോറാണ്. അങ്ങനെ 3 ഡോറുകളാണ് കാണുന്നത്. അൽമാരിയോമേം പുസ്തകം ലഗി ഹെ, അൽമാരിയിൽ പുസ്തകങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഏക് ഓർ റേഡിയോ കാ സെറ്റ് ഹെ, പിന്നെ ഒരു റേഡിയോ സെറ്റ് ഇരിക്കുന്നുണ്ട്. ദോ ഓർ ദോ ചോട്ടെ തഖ്ത് ഹെ, ദോ ഓർ ദോ, 2 അങ്ങനെ 2 സീറ്റുകളുണ്ട്. ജിൻ പർ ഗലീച്ചെ ബിച്ചേ ഹെ, അതിനകത്ത് പരവതാനിയൊക്കെ വിരിച്ചു വെച്ചിട്ടുണ്ട്, ഷീറ്റൊക്കെ വിരിച്ചു വെച്ചിട്ടുണ്ട്. ബീച്ച് മേം കുർസിയാം, അതിനടുത്ത് പിന്നെ കസേരകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഏക് ചോട്ടി മേസ് ബി ഹെ, ഒരു ചെറിയ മേശയുണ്ട്. ഉസ് പർ ഫോൺ റഖാ ഹെ, അതിനകത്ത് ഒരു ഫോൺ വെച്ചിട്ടുണ്ട്. പർദ്ധ ഉടനെ പർ മോഹൻ ഏക് തഖ്ത് പർ ലേട്ടാ ഹെ, അപ്പോൾ അവിടെ ഒരു ചെറിയ ബെഞ്ച് മാത്രമാണ് ഈ തഖ്ത് എന്ന് പറയുന്നത്, ജസ്റ്റ് സീറ്റ് തന്നെയാണത്. അപ്പം ഈ ചെറിയ കുട്ടിയാണല്ലോ, അപ്പോൾ ആ കുട്ടി ആ സീറ്റിനകത്ത് തന്നെയാണ് അവൻ ഇരിക്കുന്നത്. അപ്പോൾ ഈ മോഹൻ തഖ്ത് പർ ലേട്ടാ ഹൈൽ കിടക്കുകയാണ്. 8-9 വർഷക്കെ ലഗ്ഭഗ് ഉമ്ര ഹോഗി ഉസ്കി, 8-9 വയസ്സ് പ്രായം മാത്രമേ മോഹനുള്ളൂ. തീസര ക്ലാസ് മേം പഠിത്താ ഹേ, എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3ാം ക്ലാസ്സിലാണ്, 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ് മോഹൻ. ഈ സമയം ബഡാ ബേച്ചേൻ ജാൻ പഠിത്താ ഹെ, ഈ സമയത്ത് മോഹനെ ഫസ്റ്റ് കാണിക്കുമ്പോൾ തന്നെ വളരെ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പോലെ, ആൾക്ക് ഭയങ്കര ഒരു വേദന എടുത്തിട്ട് ആൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. ബാർ പേട്ടുകോ പക്കടത്താ ഹെ, അതായത് വീണ്ടും ഇങ്ങനെ വയറ്റിനകത്ത് തൊട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഉസ്കെ മാതാപിതാ പാസ് ബൈഠേ ഹെ, അപ്പം മോഹൻ്റെ അച്ഛനും അമ്മയും മോഹൻ്റെ അടുത്ത് തന്നെയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതാണ് കർട്ടൻ പൊക്കുന്ന സമയത്ത് സ്റ്റേജിനകത്തുള്ള ദൃശ്യം എന്ന് പറയുന്നത്. ഇനി അതിനകത്ത് ഒരു ക്യാരക്ടർ മോഹൻ്റെ മാ ആണ്. ആദ്യം അവരുടെ ഡയലോഗ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ മാ എന്താ പറയുന്നത്?
പുചുക്കാർ കർ ന ന എസെ മത് കർ അല്ലേ, അതായത് മോഹനെ പറഞ്ഞ് മനസ്സിലാക്കിക്കുകയാണ്. ന ന എസെ മത് കർ, ഇങ്ങനെ ചെയ്യല്ലേ മോനെ. അബി ടീക് ഹുവാ ജാത്താ ഹെ, ഇപ്പം ശരിയാകും. അബി ഡോക്ടർ കോ ബുലായ ഹെ, ഇപ്പം ഡോക്ടറെ വിളിച്ചിട്ടുണ്ടല്ലോ. ലേ തബ് തക് സേങ്ലേ അല്ലേ, അപ്പം അതുവരെ നമുക്ക് എന്താണ് ആ വരുന്നത് വരെ തബ് തക് സേങ്ലേ, നമുക്ക് ചൂട് പിടിപ്പിക്കാം, ആവി പിടിക്കുന്നതിനെയാണ് സേങ്ന പറയുക. അപ്പം ചാദർ ഹട്ടാക്കർ പേട് പർ ബോത്തൽ റക്തി ഹെ, അപ്പം ചാദർ ഹട്ടാക്കർ ഷീറ്റിൽ അവൻ മേത്തിട്ടിരിക്കുന്ന ആ ബെഡ്ഷീറ്റ്, ആ ഷീറ്റ് മാറ്റിയിട്ട് വയറിനകത്ത് ബോട്ടലിൽ ചൂടുവെള്ളം വെച്ചിരിക്കുകയാണ്. ബോട്ടലിൽ ചൂടുവെള്ളം വെച്ചിട്ട് വയറുവേദന എടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ചൂട് പിടിപ്പിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഇവിടെ മോഹൻ്റെ അമ്മ ഒരു ബോട്ടിലിനകത്ത് ചൂടുവെള്ളം വെച്ചിട്ട് അവൻ്റെ വയറിനകത്ത് ചൂടിങ്ങനെ പിടിപ്പിക്കുകയാണ്. फिर मोहन के पिता की ओर मुड़ती है, इसने कहीं कुछ अनशन तो नहीं खा लिया. അപ്പം ഇങ്ങനെ അമ്മ മോഹൻ്റെ വയറിനകത്ത് ചൂട് പിടിപ്പിച്ചുകൊണ്ട് തന്നെ അച്ഛൻ ഇരിക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞ് അച്ഛനെ നോക്കിയിട്ട് അല്ലേ, മോഹൻ കെ പിതാക്കി ഓർ മൂർത്തി ഹെ, അച്ഛൻ ഇരിക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞ് അച്ഛനെ നോക്കിയിട്ട് ഇസ്നെ കഹി കുച്ച് അൺഷണ്ട് തോ നഹി ഖാലിയ, എന്തെങ്കിലും ഇവൻ വേണ്ടാത്തത്, വയറ്റിന് പിടിക്കാത്തത് എന്തെങ്കിലും ജങ്ക് ഫുഡ്സോ അല്ലേ, അങ്ങനെ എന്തെങ്കിലും വയറ്റിന് പിടിക്കാത്ത എന്തെങ്കിലും ഇവൻ കഴിച്ചോ. അപ്പം പിതാ कहाँ कुछ भी नहीं, सिर्फ एक केला और एक संतरा खाया था. अरे ये तो दफ्तर से चलने तक कूदता फिर रहा था, बस अंडे पर आकर यकायक बोला, पिताजी मेरे पेट में तो कुछ ऐसे ऐसे हो रहा है. അപ്പം അച്ഛൻ പറയാണ്, എവിടെ നിന്നാണ് കുച്ചുബി നഹി, അങ്ങനെയൊന്നും അവൻ വേണ്ടാത്തതൊന്നും അവൻ കഴിച്ചിട്ടില്ല. സിർഫ് ഏക്ക് കേല ഓർ ഏക്ക് സന്തറ ഖയാത, ഒരു പഴം കഴിച്ചു, പിന്നെ ഒരു ഓറഞ്ചും കഴിച്ചു. കേല അല്ലേ, പഴം, സന്തറ, ഓറഞ്ച്. അപ്പോൾ അവനൊരു പഴവും ഒരു ഓറഞ്ചും മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അരേ ഏത്തോ ദഫ്തർ സെ ചലനത്തൊക്കെ കൂതുത്ത ഫിർ രഹാദ, ഓഫീസിൽ നിന്ന് വരുന്നത് വരെ. അപ്പം ഈ മോൻ അച്ഛൻ്റെ കൂടെ ഓഫീസിലായിരുന്നു എന്ന് വേണം നമുക്കിതിൽ നിന്ന് അനുമാനിക്കാൻ. അപ്പം ഓഫീസിലായിരുന്നപ്പോഴൊക്കെ അവിടെയൊക്കെ ചാടി മറിഞ്ഞ് കളിച്ചതാണ്. പിന്നെ തിരിച്ചിങ്ങ് പോരുമ്പോൾ ബസ് അണ്ടേ ഭർ, അതായത് ബസ്സിനകത്തായിരുന്നപ്പോഴാണ് യക്കായക് പോലെ, അപ്പോഴാണ് ഇങ്ങനെ പെട്ടെന്ന് പറയുന്നത്, പിതാജി മേരെ പേട്ട് മേം തോ കുച്ച് ഏസെ ഏസെ ഹോ രഹാ ഹേ, എൻ്റെ വയറ്റിനകത്ത് എന്തോ ഒരു ലൈക്ക് ദിസ്, ഇതുപോലെ, അതാണ് ഏസെ ഏസെ. ഏസെ ഏസെ മത്ലബ് ഇങ്ങനെ ഇങ്ങനെ അല്ലേ, ലൈക്ക് ദിസ്, അതാണ് അതിൻ്റെ മീനിങ്. ഇപ്പോൾ എൻ്റെ വയറ്റിനകത്ത് ആ കുട്ടിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല ആ പെയിൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ വയറ് വേദന എടുക്കുന്ന ഒരു രീതി എങ്ങനെയാണെന്ന് ആ കുട്ടിക്ക്, ചെറിയ കുട്ടിയാണ് അല്ലേ, ഈവൻ മുതിർന്നവർക്ക് പോലും ഒരു വേദന എന്തെങ്കിലും നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ചെറിയ കുട്ടികളാകുമ്പോഴോ അവർക്ക് തീരെ പറയാനറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് അവന് ഒരു പെയിൻ എങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ആ കുട്ടി ഈ ഒരു വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. എങ്ങനെ, ഏസെ ഏസെ ഹോ രഹാ ഹെ, എൻ്റെ വയറ്റിനകത്തോ എന്തോ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ഇങ്ങനെ എനിക്ക് വേദന എടുക്കുന്നു അല്ലേ. മാ കേസേ ഏസെ ഏസെ കേസേ. അപ്പം പിതാ ബസ് ऐसे ऐसे करता रहा, അവൻ എപ്പോഴും ഇങ്ങനെ ऐसे ऐसे ഇങ്ങനെ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു. मैंने कहा अरे गड़बड़ होती है, എന്തെങ്കിലും നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്തെങ്കിലും, तो बोला नहीं, അപ്പോൾ ഒന്നും പറഞ്ഞില്ല. फिर पूछा चाकू से चुभता है, എന്തോ ഇങ്ങനെ ചാക്കു മീൻസ് കത്തിയാണ്, കത്തി കൊണ്ട് കുത്തുന്നത് പോലെ, അങ്ങനെ കുത്തുന്ന തരത്തിലുള്ള വേദന എടുക്കുന്നുണ്ടോ. तो जवाब दिया नहीं, അപ്പോഴും അവൻ മറുപടി പറഞ്ഞു ഇല്ല. घोला सा फूटता है, ഇങ്ങനെ ഘോല മീൻസ് റൗണ്ടിൽ കറങ്ങുന്നത് പോലെ, അല്ലെങ്കിൽ വയറ്റിനകത്ത് എന്തെങ്കിലും ഇങ്ങനെ ഇടിക്കുന്ന പോലെ കറങ്ങുന്ന പോലെ തോന്നുന്നുണ്ടോ. തോ ഭോല നഹി, അപ്പോഴും ഇല്ല എന്ന് പറഞ്ഞു. ജോ പൂച്ചോ ഉസ്ക ജവാബ് നഹി, എന്ത് ചോദിച്ചാലും അവൻ്റെ മറുപടി ഇല്ല എന്നാണ്. ബസ് ഏക് ഹി റട്ട് ലഗ്താ റഹാ കുച്ച് ഏസെ ഏസെ ഹോത്താ ഹെ അല്ലേ, എന്താണ് വീണ്ടും വീണ്ടും, റട്ന മീൻസ് വീണ്ടും വീണ്ടും, ബാർ ബാർ കഹത്താ ഹെ അല്ലേ, റട്ട് ലഗ്താ റഹാം, അവൻ വീണ്ടും വീണ്ടും പറഞ്ഞ ഒരേ ഒരു കാര്യം ഇതാണ്, ഏസെ ഏസെ ഹോത്താ ഹെ, ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ഇങ്ങനെയാണ് എനിക്ക് വേദന എടുക്കുന്നത്, ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നു പപ്പ എൻ്റെ വയറ്റിനകത്ത് എന്നാണ് അച്ഛനോട് മോഹൻ്റെ മറുപടി. माँ हंसकर हंसी की हंसी, दुख का दुख, यह ऐसे ऐसे क्या होता है, कोई नई बीमारी तो नहीं, बेचारे का मुंह कैसे उतर गया है, हवाइयाँ उड़ रही है.
അപ്പോഴേക്കും അമ്മ പാവം അമ്മ ചിരിച്ചു. അച്ഛൻ ഇങ്ങനെയുള്ള അതൊക്കെ പറയുന്ന കേട്ടപ്പോൾ അമ്മയ്ക്ക് ആദ്യം ചിരി വന്നു. പക്ഷേ ഹാസിക്ക് ഹാസി ദുഃഖിക്ക ദുഃഖ അല്ലേ, ഒരു പറയുമ്പം കോമഡി ആയിട്ട് അമ്മയ്ക്ക് ചിരിയും വരുന്നുണ്ട്. പക്ഷേ എൻ്റെ മോൻ എന്ത് പറ്റി, അവന് എന്ത് വേദനയാണ് വയറ്റിനകത്ത് എന്ന് അറിയാണ്ടുള്ള ആ ഒരു സങ്കടമുണ്ട്. പക്ഷെ പെട്ടെന്ന് ആ ചിരിയും വന്നു. ऐसे ऐसे क्या होता है, ഈ ऐसे ऐसे എന്തെന്ന സംഭവം അല്ലേ, കോയി ഈ ബീമാരി തോ നഹി, ഇത് എന്തെങ്കിലും ഒരു പുതിയ അസുഖമായിരിക്കുമോ? ബേചാരി ക മുഹ് കേസെ ഉത്തർ ഗയാ ഹേ, ഹവായിയ മുഡ് രഹി ഹേ. അയ്യോ അവൻ്റെ പാവത്തിൻ്റെ മുഖം ആകെ വാടിപ്പോയല്ലേ, വല്ലാണ്ടായി എൻ്റെ മോൻ എന്നൊക്കെ പറയാണ് അമ്മ. പിതാ അജി ഏകദം സഫേദ് പട്ട് ഗയാ ഥാ അല്ലേ, ആകെ വെളുത്തു പോയി എൻ്റെ മോൻ. ഘടാ നഹി റഹാ ഗയ, അവനൊന്നും നിൽക്കാൻ പോലും പറ്റുന്നില്ല. ബസ് മേ ഭീം നാച്താ റഹ, ഇങ്ങനെ ബസ്സിലും ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നാച്ത മീൻസ് ഇരിക്കാനും പറ്റാണ്ട് നിൽക്കാനും പറ്റാണ്ട് അങ്ങനെ ഒരു അവസ്ഥയിൽ അല്ലേ. മേരെ പേട്ട് മേ ഏസെ ഏസെ ഹോത്താ ഹേ, ഏസെ ഏസെ ഹോത്താ ഹേ. അപ്പം ബസ്സിനകത്ത് വരുമ്പം അച്ഛനോട് ഇങ്ങനെ എൻ്റെ വയറ്റിനകത്ത് ഇങ്ങനെ ചെയ്യുന്നു എന്നും പറഞ്ഞുകൊണ്ട് ആ വേദനിച്ചിട്ട് അവൻ ഇരിക്കാനും നിൽക്കാനും പറ്റാത്ത ഒരു രീതിയിലാണ്. മോഹൻ സോർസെ കരാഹ് കർ അല്ലേ, എന്താണ് കരാഹന മീൻസ് ഒരു മൂൺ ആണ്, മീൻസ് ഞരങ്ങുക അല്ലേ, ആ വേദന കൊണ്ട് പുളയുക അതാണ്. അങ്ങനെ മാ ഓ മാ എന്ന് പറഞ്ഞിട്ട് അവൻ ആ വേദന ക്കുമ്പം അതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് പുറത്ത് കാണിക്കുന്നത് ഇങ്ങനെയാണ്. ഓ മാ എന്നും പറഞ്ഞ് അവൻ നിലവിളിക്കുന്നുണ്ട്. माँ ना ना मेरे बेटे मेरे लाल ऐसे नहीं, अजी ज़रा देखना डॉक्टर क्यों नहीं आया, इसे तो कुछ ज़्यादा ही तकलीफ जान पड़ती है. അപ്പം അമ്മ പറയാണ് നാ മേരെ ബേട്ട ഇല്ല മോനെ, മേരെ ലാൽ അല്ലേ, എൻ്റെ പൊന്നാരെ എൻ്റെ മുത്തേ എന്നൊക്കെ പറയാണ്. ഏസേ നഹി അജി സറ ദേക്കിന. എന്നിട്ട് അച്ഛനോട് പറയണം ഒന്ന് നോക്കൂ, ഡോക്ടർ എന്തുകൊണ്ട് വരാത്ത, ഡോക്ടർ ക്യോം നഹി ആയ, ഡോക്ടർ എന്താ വരാത്തേ. ഇസേ തു കുച്ച് സ്യാദാ ഹി തക്ലീഫ് ജാൻ പടുത്തി ഹെ, ഇവന് നല്ലോണം ബുദ്ധിമുട്ടുണ്ടെന്നാ തോന്നണേ അല്ലേ, മോനിത് സഹിക്കാൻ പറ്റുന്നില്ല എന്നാ തോന്നണേ, എന്താ ഡോക്ടർ വരാത്തേ എന്ന് അമ്മ അച്ഛനോട് ചോദിക്കുക. यह ऐसे ऐसे तो कोई बड़ी खराब बीमारी है. ഈ എസ് എസ് എന്ന് പറയുന്നത് എന്തോ ഒരു പ്രശ്നം പിടിച്ചൊരു അസുഖമാണെന്നാണ് തോന്നണത് അല്ലേ, എന്തോ ഒരു വലിയ അസുഖമാണെന്ന് തോന്നണത്. ദേക്കോ എന്നെ കേസേ ലാട്ട് റഹാ ഹേ, എങ്ങനെ അവൻ ബുദ്ധിമുട്ടി എന്ന് നോക്കൂ, അവൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കൂ. ജറാബി കൽ നഹി പട്ടി, ഹീങ് ചൂർണ് പെപ്പർമിൻറ്റ് സബ് ദേ ചുക്കി ഹും, വൈദ്യജി ആ ജാത്തേ. അപ്പം വൈദ്യജി അല്ലെങ്കിൽ വൈദ്യൻ വരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നായിട്ട് ഇവർ വീട്ടിനകത്ത് നമ്മൾ എന്തെങ്കിലും പെയിൻ വരുന്നു അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്ക് എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകൾ നമ്മൾ വരുമ്പോൾ വീട്ടിൽ ചെറിയ പൊടിക്കൈകളൊക്കെ അല്ലേ ചെയ്തു നോക്കാറുണ്ട്. സാധാരണ ചെറിയ അസുഖത്തിനൊക്കെ ഇങ്ങനെ വയറുവേദനയൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചിട്ടും ഗ്യാസ് ട്രബിളാണ് അല്ലെങ്കിൽ ഡൈജഷൻ ആവാണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കായം, അതാണ് ഹീങ്ക്, പിന്നെ ചൂർണം, പിന്നെ പെപ്പർമിൻ്റ് അല്ലേ, കുരുമുളക്, അങ്ങനെ എന്തൊക്കെയൊക്കെയോ അവർ വീട്ടിനകത്ത് കൊടുത്തു നോക്കി. പക്ഷെ ഒന്നിനും ഒരു ഫലവും കണ്ടിട്ടില്ല, ഇപ്പോഴും പെയിൻ തന്നെയാണ്. तभी फ़ोन की घंटी बजती है, मोहन के पिता उठाते हैं. അപ്പത്തിന് ഫോൺ റിങ് ചെയ്തു. അപ്പം ഫോൺ പോയിട്ട് മോഹൻ്റെ അച്ഛൻ എടുത്തു. പിതാ യഹ് 34443332 ഹേ. അപ്പം ഐ മീൻ അവിടെ നിന്ന് ചോദിക്കണ്ടാവും ഇത് ഈ നമ്പർ അല്ലേ, അപ്പോൾ അത് കൺഫേം ചെയ്യണം. അതേ നമ്പർ തന്നെയാണ്. അപ്പോൾ ജി ഹാ बोल रहा हूँ कौन, डॉक्टर साहब. अदे जी आरा സംസാരിക്കുന്നേ. ഓ ഡോക്ടറാണോ? ഡോക്ടർ സാർ. जी हाँ मोहन के पेट में दर्द है. जी नहीं खाया तो कुछ नहीं. അപ്പം ഇങ്ങനെ ഡോക്ടർ ചോദിക്കണം. ഡോക്ടറിൻ്റെ അടുത്ത് അച്ഛൻ പറയാണ് മോഹനെ വല്ലാണ്ട് വയറുവേദന എടുക്കുന്നു. അപ്പോൾ ഡോക്ടർ അവിടെ നിന്ന് എന്ത് ചോദിച്ചിട്ടുണ്ടാകും, എന്തെങ്കിലും വേണ്ടാത്തത് എന്തെങ്കിലും കഴിച്ചോ അല്ലേ. അപ്പം ഇല്ല കുച്ച് ഖായാത്തോ നഹി ഇല്ലേ, അങ്ങനെ ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല എന്ന് അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതാണ് ഇവിടെ പറയുന്നത്. बस यही कह रहा है, बस जी नहीं घिरा भी नहीं, ऐसे ऐसे होता है അല്ലേ. ഇല്ല വീണിട്ടൊന്നുമില്ല. പിന്നെ അവൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ്, ऐसे ऐसे होता है, ഇങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. बस जी ऐसे ऐसे होता है, बस जी ऐसे ऐसे. बस जी ऐसे ऐसे यह ऐसे ऐसे क्या भला है. ഈ ऐसे ऐसे എന്ന് പറയുന്നത് എന്താ? കുച്ച് സമജ് മേം നഹി ആത്ത, ഒന്നും മനസ്സിലാവുന്നില്ല. ജി ഹാ
ചെഹറ എക്ദം സഫീദ് ഹോ റഹാ ഹെ. ആ ശരിയാണ്, ആ മുഖമൊക്കെ വല്ലാണ്ട് വളരെ വെളുത്തിട്ടുണ്ട്. നാച്ത ഫിർത്ത ഹെ അല്ലേ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഉരുളുന്നതിനെയാണ് ഇവിടെ നാച്ച എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതായത് വേദന കൊണ്ട് പുളയുന്നതിനെയാണ്. ദസ്ത് തോ നഹി ആയ ജി ഹാ, പേശാബ് തോ ആയാ ഥാ ജി നഹി, രംഗു തോ നഹി ദേക്കാം. അപ്പം എന്താ മോഷനൊന്നും പോയിട്ടില്ല, പിന്നെ ജസ്റ്റ് യൂറിൻ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു, യൂറിൻ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ രംഗൊന്നും അതിൻ്റെ കളറൊന്നും നോക്കിയില്ല. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നതിനൊക്കെ മറുപടി പറയണം അച്ഛൻ. ആപ് കഹേ തോ അബ് ദേഖ് ലേംഗേ അച്ഛാ ജി. അപ്പം ഡോക്ടർ വന്ന് നോക്കിയാൽ മതി. അപ്പം ശരി, സറാ ജൽദി ആയി, ഒന്ന് വേഗം വരണേ ഡോക്ടർ. അച്ഛാ ജി ബഡി കൃപ ഹെ, ഫോൺ കാ ചോങ്കാ റഖ് ദേത്തെ ഹെ, ഡോക്ടർ സാഹബ് ചൽ ദിയേ ഹെ, 5 മിനിറ്റ് മേം ആ ജാത്തെ ഹെ. അപ്പം ഡോക്ടറോട് വളരെ നന്ദിയുണ്ട് ഡോക്ടർ, നിങ്ങൾ വേഗം വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണ് താഴെ വെച്ചു, റിസീവർ താഴെ വെച്ചു. അതിനുശേഷം അമ്മയോട് പറയാണ്, ഡോക്ടർ സാഹബ് ചൽ ദിയേ ഹെ, ഡോക്ടർ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. 5 മിനിറ്റ് മേം ആ ജാത്തെ ഹെ, വെറും 5 മിനിറ്റിനുള്ളിൽ ഡോക്ടർ എത്തിച്ചേരുന്നതാണ്, ഡോക്ടർ ഇപ്പം വരൂ കേട്ടോ എന്ന് പറഞ്ഞു. പടോസ് കെ ലാല ദീനാനാഥ് ക പ്രവേശ്. അപ്പം അവരുടെ ഒരു നൈബറാണ് ലാല ദീനാനാഥ്. അപ്പം അദ്ദേഹം അവിടേക്ക് വരുന്നു, മോഹൻ്റെ വീട്ടിലേക്ക് വന്നു. മോഹൻ ജോർ സെ കറാഹത്ത ഹെ, ആ സമയത്ത് മോഹൻ്റെ വല്ലാതെയുള്ള ഒരു ഞരക്കം കേൾക്കാം. मोहन माँ माँ ओ उल्टी आती है, उठकर नीचे झुकता है, माँ सिर पकड़ती है, मोहन 3-4 बार ओ करता है, दुखता है, फिर लेट जाता है, हाय हाय. അപ്പം ദീനാനാഥ് വരുന്ന സമയത്ത് ഇവിടെ മോഹൻ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അമ്മയോട് മാ ഓ എനിക്ക് വേദനിക്കുന്നു മാ അയ്യോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഉൾട്ടി ഇങ്ങോട്ട് പൊളയുന്നു, അങ്ങോട്ട് തിരിയുന്നു, പിന്നെ ഉടുക്കർ നീച്ചെ ചുക്താഹെ, എഴുന്നേറ്റ് നിന്നിട്ട് അങ്ങനെ കുനിഞ്ഞു നിൽക്കുന്നു. പിന്നെ അപ്പം അമ്മ മോൻ്റെ തലയിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ മോഹൻ 3-4 ബാർ ഓ കർത്താഹെ, 3-4 പ്രാവശ്യം അയ്യോ അയ്യോ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ദൂക്താഹെ മീൻസ് തുപ്പുന്നു. പിന്നെ ഫിർ ലേറ്റ് ജാത്താഹെ, വീണ്ടും കിടക്കുന്നു. എന്നിട്ട് ഹായ് ഹായ് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. माँ कमर सहलाती हुई, क्या हो गया, दोपहर को भला चंगा गया था, कुछ समझ में नहीं आता. അപ്പം അമ്മ പറയാണ് കമർ സഹലാത്തി ഹുയി അല്ലേ, ഇടുപ്പൊക്കെ ഇങ്ങനെ തടവി കൊടുത്തുകൊണ്ട് പറയാണ് ക്യാ ഹോ ഗയ, എന്ത് പറ്റിയത്, ദോപഹർക്കു ബല ചങ്ക ഗയാത അല്ലേ, ഉച്ചയ്ക്ക് വല്ല കുഴപ്പമുണ്ടായിരുന്നോ, അവന് അപ്പോഴൊക്കെ നന്നായിട്ട് തന്നെയല്ലേ ഉണ്ടായിരുന്നത്, കുച്ച് സമജ്മേ നഹിയാത്ത, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ, കേസാ പടാഹെ, ഇത് എങ്ങനെയാണ് വന്നത്, നഹി തോ മോഹൻ ബല കബ് പഠിനെ വാലാ ഹെ, ഹർ വക്ത് ഘർ കോ സിർ പർ ഉഠായെ രഖ്താ ഹെ അല്ലേ, മോഹൻ എപ്പോഴും വല്ലാണ്ട് ാണ്, അവൻ വീടെടുത്ത് തലകീഴായിട്ട് വെക്കുന്ന പോലെയാണ് ആ കുട്ടി, അത്രയും വികൃതിയായിട്ട് ഓടി നടന്ന് ചിരിച്ച് കളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അല്ലേ, എൻ്റെ മോൻ എന്ത് പറ്റി അല്ലേ എന്നൊക്കെയാ പറയാണ് അമ്മ. അപ്പം ദീനാനാഥ് വന്നു, അവരുടെ നൈബർ വന്നു എന്ന് പറഞ്ഞു അല്ലേ. അപ്പം ദീനാനാഥ് ഇനി പറയാണ് അജി ഗർ ക്യാ പഡോസ് കോ ഭി ഗുൽസാർ കിയേ റഹതാ ഹെ. എന്താ ഇവൻ വീട് മാത്രമാണോ അല്ലേ, ഈ എന്താണ് അടുത്തുള്ള വീടുകാർക്ക് പോലും ഒരു സമാധാനം കൊടുക്കത്തില്ല. അപ്പോൾ സ്വന്തം വീട്ടിൽ മാത്രമല്ല തൊട്ടടുത്ത വീടുകളിലൊക്കെ ചെന്ന് അവരൊക്കെ ഇങ്ങനെ വികൃതി കാണിച്ചുകൊണ്ടിരിക്കും. ഇസേ ഛേഡ് ഉസേ പഛാഡ്, ഇസ്കെ മുഖ ഉസ്കെ ദപ്പഡ്, യഹ വഹാം ഹർ കഹി മോഹൻ ഹി മോഹൻ അല്ലേ, ഉസേ ഛേഡ് അവിടെ തുളച്ച് കയറുക, അത് മീൻസ് ഇടിച്ച് കയറുക അല്ലേ, വീട്ടിനകത്തേക്കൊക്കെ വേഗം ജസ്റ്റ് ഓടി അടുത്ത വീട്ടിൽ ചെന്ന് കയറും. പിന്നെ പച്ചാടന മീൻസ് എന്താണ്, അത് കഴിയുമ്പം അടുത്ത വീട്ടിലേക്ക് പോകും അല്ലേ. പഞ്ച് മുക്ക മീൻസ് പഞ്ച്, ഇടിക്കുക, പിന്നെ ദപ്പഴ അവിടെ ഇടിക്കുക, പിന്നെ അങ്ങോട്ട് ഓടുക ഇങ്ങോട്ട് ഓടുക. യഹാം വഹാം ഹർ കഹീം, ഇവിടെയും അവിടെ എവിടെ നോക്കിയാലും മോഹനെ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ സ്വന്തം വീട്ടിൽ മാത്രമല്ല അപ്പുറത്തുള്ള വീടുകളിലൊക്കെ ഓട്ടവും ചാട്ടവും കളിയും ഏത് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആളാണ് മോഹൻ, എന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട് ദീനാനാഥ് പറയാണ്. പിതാ ബഡാ നഡ്ഗട്ട് ഹേ അല്ലേ, നല്ല നോട്ടിയാണ്, നല്ല കുസൃതിയാണ് എൻ്റെ മകൻ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പറയാണ്.
മാ പർ അബ് തോ ബേച്ചാര കേസാ ധക് ഗയാ ഹെ. നോക്കൂ, പാവ എൻ്റെ മോൻ ആകെ ക്ഷീണിച്ചു പോയി, ആകെ വാടി തളർന്നു പോയി. മുझे तो डर है कि कल स्कूल कैसे जाएगा. എൻ്റെ പേടി ഇപ്പം ഇതാണ്, നാളെ എങ്ങനെ സ്കൂളിലേക്ക് പോവും. ദീനാനാഥ് ജി ഹാ കുച്ച് ബഡി തക്ലീഫ് ഹെ തബി തോ പടാ. അല്ലേ, ശരിയാണല്ലോ, ഇത് വലിയൊരു പ്രശ്നമാണല്ലോ. ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. മാമൂലി തക്ലീഫ് ഹോ തോ കുച്ച് സമജ്താ നഹി അല്ലേ, ഇത് സാധാരണ പ്രോബ്ലം ആണോ അല്ലെങ്കിൽ വലിയ പ്രശ്നമാണോ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. പർ കോയി ഡർ നഹി. मैं वैद्य जी से कह आया हूँ, वे आ ही रहे हैं, ठीक कर देंगे. അപ്പോൾ വൈദ്യനോട് ദീനാനാഥ് പറയാണ്, ഞാൻ വൈദ്യനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്, വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ ശരിയാകും. മോഹൻ തേസി സേ കറാഹ് കർ അരേ റേ 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 ഓ. അപ്പോഴേക്കും മോഹൻ വീണ്ടും ഞരക്കം കൂടി വീണ്ടും അയ്യോ അയ്യോ എന്നും പറഞ്ഞ് നിലവിളിക്കുകയാണ്. മാ ഘബറാക്കർ ക്യാ ഹേ ബേട്ടാ ക്യാ ഹുവ. അപ്പോഴേക്കും അമ്മ കൂടുതൽ പരിഭ്രമിച്ചു, പേടി കൂടി. അയ്യോ മോനെ എന്ത് പറ്റിയടാ, എന്താ വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. മോഹൻ റുവാംസ സ ഭടേ സോർ സേ ഏസെ ഏസെ ഹോത്താ ഹേ ഏസെ ഏസെ. അപ്പോഴേക്കും മോഹൻ കരഞ്ഞ് കണ്ണുകൊണ്ട് അല്ലേ റുവാംസ ഇങ്ങനെ കരയുന്നുണ്ട്. എന്നിട്ട് ഭടേ സോർ സേ ഉറക്കെ പറയാണ്, ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ഇങ്ങനെ അല്ലേ, വേദനിക്കാൻ എനിക്ക് ഇങ്ങനെയാണ്, ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നു എന്ന് അമ്മയോട് പറഞ്ഞു. മാ ഏസെ കൈസെ ബേട്ടേ ऐसे क्या होता है. അമ്മ പറയാണ്, ഇങ്ങനെയെന്ന് വെച്ചാൽ എങ്ങനെ മോനെ, എങ്ങനെ എന്താ ചെയ്യുന്നേ. മോഹൻ ഏസെ ഏസെ പേട് ദബാത്ത ഹെ അല്ലെ, ഇങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് വയറിനകത്ത് പിടിച്ച് ഞെക്കുന്നു. അപ്പോഴേക്കും വൈദ്യജി കാ പ്രവേശ്, വൈദ്യൻ വന്നു. വൈദ്യജി കഹാം ഹേ മോഹൻ. मैंने कहा जय राम जी की. कहो बेटा गेलने से जी भर गया क्या. कोई धमा चौकड़ी करने को नहीं बची है क्या. അപ്പോഴേക്കും വൈദ്യൻ വന്നു. എന്നിട്ട് വൈദ്യൻ പറയാണ്, മോഹൻ എവിടെ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വന്നു. മേനെ കഹ, അപ്പം എന്താ ജയ് റാം ജി കി അല്ലേ, രാമൻ ജയിക്കട്ടെ എന്നും പറഞ്ഞിട്ടാണ് വൈദ്യൻ വരുന്നത്. കഹോ ബേട്ട പറയൂ മോഹൻ, ഗെൽനെ സെ ജി ബർ ഖയാക്യ. എന്താ കളിയൊക്കെ കഴിഞ്ഞോ, ഇന്ന് കളിക്കാനൊന്നും പോയില്ലേ. കൊയ് ധമാ ചൗക്കടി കർണേക്കോ നഹി ബച്ചി ഹേ ക്യാ. ഇനിയും എന്തെങ്കിലും ഓടാനും ചാടാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഇനിയും കളിക്കാൻ ബാക്കിയുണ്ടോ. സബ് ഉടുക്കർ ഹാത്ത് ജോഡ്തേ ഹേ. എല്ലാവരും അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുന്ന അദ്ദേഹം എല്ലാവരും എഴുന്നേറ്റ് നിന്നു. വൈദ്യജി മോഹൻ കെ പാസ് കുർസി പർ ബൈഠ് ജാത്തെ ഹേ. അപ്പം വൈദ്യൻ മോഹൻ്റെ അടുത്ത് കസേരയിലായിട്ടിരുന്നു. അപ്പം പിതാ വൈദ്യജി ഷാം തക് ടിക് ഥാ. അപ്പം പിതാ എക്സ്പ്ലെയിൻ ചെയ്യാണ് എന്താ സംഭവിച്ചത് എന്താന്നൊക്കെ പറഞ്ഞിട്ട്. വൈദ്യജി ഷാം തക് ടിക് ധാ. ഈവനിങ് വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, നന്നായിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. ദഫ്തർ സെ ചലത്തെ വക്ത് റാസ്തെ മേം ഏക്ദം ബോല മേരെ പേറ്റ് മേം ദർദ് ഹോത്താ ഹെ. ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് വെച്ചിട്ടാണ് പെട്ടെന്ന് പറയുന്നത് എൻ്റെ വയറ്റിനകത്ത് വേദന എടുക്കുന്നു എന്ന്. ഏസെ ഏസെ ഹോത്താ ഹെ, ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നു. സമഞ്ച് നഹി ആത്താ യഹ് കേസാ ദർദ് ഹെ. ഒന്നും മനസ്സിലാവുന്നില്ല, ഇത് എന്ത് തരം വേദനയാണ്, ഇത് എന്ത് വേദനയാണെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പം ഈവനിങ് വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ഓഫീസിൽ നിന്ന് മടങ്ങി വരുമ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ പറയുന്നത് എന്ന് അച്ഛൻ വൈദ്യനോട് പറഞ്ഞു. വൈദ്യജി अभी बता देता हूँ, असल में बच्चा है, समझा नहीं पाता है. അപ്പം അഭി ബത്താ ദേത്താ, ഇപ്പം പറയാം. അസൽമേ ഇത് കുട്ടിയല്ലേ, സംജാ നഹി പാത്ത, അവൻ അറിയണ്ടേ ഇത് പറയാനായിട്ട്. നാഡി ദബാക്കർ, എന്നിട്ട് നാഡി പിടിച്ചു നോക്കുന്നു. വാദ് കാ പ്രകോപ് ഹേ. മേനെ കഹാ ബേട്ടാ ജീബ് തോ ദിക്കാവോ. ഇത് വാദത്തിൻ്റെ പ്രകോപനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോനെ നാക്കൊന്ന് പുറത്തേക്ക് നീട്ടിക്ക്, നാവൊന്ന് നോക്കട്ടെ. മോഹൻ ജീബ് നിക്കാൽത്താ ഹേ. അപ്പം മോഹൻ നാക്ക് പുറത്തേക്ക് നീട്ടുന്നു. കബ്സ് ഹേ, പേറ്റ് സാഫ് നഹി ഹുവ അല്ലേ. കബ്സ് കോൺസ്റ്റിപ്പേഷനാണ്, മലബന്ധം ആണ്. അപ്പം വയറ് ശുദ്ധമായിട്ടല്ല ഇരിക്കുന്നത്. പേറ്റ് ടറ്റോൾക്കർ, വയറൊക്കെ ഇന്നിങ്ങനെ തപ്പി നോക്കുന്നു, തൊട്ട് നോക്കുന്നു. പേറ്റ് സാഫ് നഹി ഹേ. മൽ റുക് ജാനെ സെ വായു ബഡ് ഗയി ഹേ. അപ്പം മലം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതുകൊണ്ട് വായു ജാസ്തി ആയിട്ടിരിക്കുകയാണ് അല്ലേ, ഗ്യാസ് അധികമായിരിക്കുകയാണ്. ക്യോം ബേട്ട ഹാത്ത് കി ഉംഗലിയാം കോ ഫൈലാക്കർ ഫിർ സിക്കോട്ടെ ഹേ. അപ്പം വിരലുകൾ ഇങ്ങനെ വിരിച്ചു വെച്ച് വീണ്ടും അത് കൂട്ടി വെച്ചിരിക്കുന്ന പോലെ ഏസെ ഏസെ ഹോത്താ ഹേ, ഇങ്ങനെ ഇങ്ങനെയാണോ എന്ന് ചോദിച്ചു. മോഹൻ കരാഹ് കർ ജി ഹാ ഓഹ്. അപ്പോൾ വീണ്ടും മോഹൻ എങ്ങനെ പറയാന്നറിയാണ്ട് വീണ്ടും ഞരങ്ങുന്നു, പുളയുന്നു വേദന കൊണ്ടിട്ട്. ജി ഹാ അതെ, അതെ എന്നൊക്കെ പറയുന്നുണ്ട്.
वैद्य जी हर्ष से उछलकर ഒരു സന്തോഷത്തോടെ मैंने कहा ना मैं समझ गया अभी पुड़िया बेचता हूँ मामूली बात है पर यही मामूली बात कभी कभी बड़ों बड़ों को चक्का देती है समझने की बात है അപ്പം സന്തോഷത്തോടെ പറയണം അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മനസ്സിലായി അഭി പുടിയ ബേജിത്താഹുലെ ഒരു പൊതി അതായത് മരുന്നുള്ള ഒരു ചൂർണമോ മറ്റോ സംഭവം അല്ലേ വൈദ്യർ അങ്ങനെയൊക്കെയല്ലേ കൊടുക്കുക മരുന്നിൻ്റെ അപ്പോൾ ഒരു പൊതി കൊടുത്തു എന്നിട്ട് മാമൂലി ബാത്ത് ഹേ ഇത് വളരെ ചെറിയൊരു കാര്യമേ ഉള്ളൂ പേടിക്കാനൊന്നുമില്ല പറയ് മാമൂലി ബാത്ത് കബി കബി ബടോം ബടോം കു ചക്കാ ദേത്തി ഹേ പക്ഷെ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ മുതിർന്നവരെ അതായത് വലിയവരിനെ വട്ടം കറക്കും അല്ലേ ഇപ്പം കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ വളരെ ചെറിയ കാര്യമേ ഉള്ളൂ പക്ഷെ അത് വലിയവർ ഇപ്പോൾ കുറച്ച് സമയം കൊണ്ട് ആകെ പേടിച്ചു പോയി അല്ലേ മോൻ എന്ത് പറ്റി അയ്യോ എൻ്റെ മോൻ എന്ത് പറ്റി എന്ന് ഓർത്തിട്ട് കുറച്ച് സമയമായിട്ട് ആ അച്ഛനും അമ്മയൊക്കെ വല്ലാണ്ട് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ മുതിർന്നവരെ ചിലപ്പോൾ വല്ലാണ്ട് വട്ടം ചുറ്റിക്കും समझने की बात है मैंने कहा आओ जी दीनाനാഥ് जी आप ही पुड़िया ले लो അപ്പം വൈദ്യർ ദീനാനാഥിനെയാണ് അടുത്ത് വിളിച്ചിട്ട് ആ പൊതി കൊടുത്തു മോഹൻ കി മാസെ എന്നിട്ട് മോഹൻ്റെ അമ്മയോട് പറയാണ് ആധേ ആധേ ഘണ്ടെ ബാദ് ഗരം പാനി സെ ദേനി ഹെ ഒരു അര മണിക്കൂറിന് ശേഷം ചൂടുള്ള വെള്ളത്തിൽ ഈ പൊടി ഈ മരുന്ന് കൊടുക്കൂ എന്ന് ഇൻസ്ട്രക്ഷൻ കൊടുത്തു 2-3 दस्त हो गए फिर ऐसे 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 भागेगा जैसे गधे के सिर से सींग 2-3 दस्त होंगे അല്ലേ 2-3 പ്രാവശ്യം വയറ്റുന്ന് പോവും പിന്നെ ബസ് ഫിർ ऐसे 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 ഭാഗേക പിന്നെ ഈ ऐसे ऐसे ഒക്കെ എങ്ങനെ ഓടിപ്പോകുന്നൊന്ന് നോക്കിക്കോ അല്ലേ ऐसे ऐसे ഒക്കെ തിരിഞ്ഞു നോക്കാതെ ഓടി പോകും ജैसे गधे के सिर से सींग അല്ലേ എന്താണ് കഴുതയുടെ തലയിൽ കൊമ്പുണ്ടാവോ ഇല്ലല്ലോ എന്നതുപോലെ അത് അങ്ങോട്ട് കാണുകയില്ല അങ്ങനെ ഒരു സംഭവം പിന്നെ ഉണ്ടാവില്ല അപ്പോൾ അത് ഇല്ലാണ്ട് പോവും കാണാണ്ട് പോവും അപ്പം പെട്ടെന്ന് തന്നെ മാറുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വൈദ്യർ ഒരു പൊതി കൊടുത്തു वैद्य जी द्वार की ओर बढ़ते हैं അങ്ങനെ വൈദ്യർ നടന്ന് ഡോറിൻ്റെ അടുത്തേക്ക് പോയി മോഹൻ കി പിതാ 5 का നോട്ട് നികാൽത്തെ ഹെ അപ്പം മോഹൻ്റെ അച്ഛൻ ഒരു 5 രൂപയുടെ നോട്ട് എടുത്തു എന്നിട്ട് പിതാ വൈദ്യജി ആപ്കി ഭേൻഡ് നോട്ട് ദേത്തി ഹെ ഇത് താങ്കൾക്കുള്ള ഒരു ദക്ഷിണയാണ് എന്നുള്ള രീതിയിൽ അതൊരു ഫീസ് മാതിരി അച്ഛൻ അത് കൊടുത്തു വൈദ്യർക്ക് കൊടുത്തു वैद्य जी नोट लेते हुए वैद्यर आ नोट മേടിച്ചു अरे मैंने कहा आप यह क्या करते हैं आप और हम क्या दो है അപ്പോൾ നോട്ട് മേടിച്ചു എന്നിട്ട് അയ്യോ നീ എന്താ ഈ ചെയ്യുന്നത് നമ്മളെന്താ വേറെ വേറെയാണോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് മേടിക്കുകയും ചെയ്തു എന്നിട്ട് പറയുകയാണ് അയ്യോ എന്തിനാ അതിനൊക്കെ ആവശ്യം നമ്മളെന്താ ഞാനെന്താ അന്യനാണോ നമ്മളെന്താ വേറെ വേറെ ആണോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് പറഞ്ഞു അന്തർ കെ ദർവാസെ സെ ജാത്തെ ഹെ തബി ഡോക്ടർ പ്രവേശ് കർത്തെ ഹെ അപ്പം പുറത്തേക്ക് വൈദ്യർ പോകുന്നു അപ്പം തന്നെ ഡോക്ടർ അകത്തേക്ക് പ്രവേശിക്കുന്നു ഇനി ഡോക്ടർ വന്നു ഡോക്ടർ ഹലോ മോഹൻ ക്യാ ബാത്ത് ഹെ ऐसे ऐसे क्या कर लिया അപ്പം ഡോക്ടർ വന്നിട്ട് മോഹനോട് ചോദിക്കുകയാണ് മോഹൻ ഇപ്പം എന്ത് പറയുന്നു ഈ ऐसे എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല എന്താണ് പ്രശ്നം എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചിട്ട് ഡോക്ടർ വന്നു माँ और पिताजी फिर उठते हैं മോഹൻ കരാഹത്ത ഹെ ഡോക്ടർ പാസ് बैठते हैं അപ്പോഴേക്കും ഡോക്ടർ വന്നപ്പോൾ റെസ്പെക്റ്റോടെ അച്ഛനും അമ്മയും എഴുന്നേറ്റ് നിന്നു അപ്പം മോഹൻ വീണ്ടും ഞരങ്ങുന്നു അതിനുശേഷം ഡോക്ടർ മോഹൻ്റെ അടുത്തായിട്ട് ഇരിക്കുന്നു പിതാ ഡോക്ടർ സാഹബ് കുച്ച് സമഞ്ച്മേം നഹി ആത്ത അപ്പം അച്ഛൻ ഡോക്ടറോട് പറയുകയാണ് ഒന്നും മനസ്സിലാവുന്നില്ല സാർ എന്താ പ്രശ്നം എന്ന് അറിയുന്നില്ല അപ്പോൾ ഡോക്ടർ പേറ്റ് ദബാനെ ലഗ്തേ ഹെ വയറൊക്കെ ഒന്ന് ഇങ്ങനെ അമത്തി നോക്കുന്നു അഭി ദേഖ്താ ഹും ജീബ് തോ ദിഖാവോ ബേട്ട വീണ്ടും നാവ് പുറത്തേക്കിടൂ നാവൊന്ന് നോക്കട്ടെ എന്ന് പറയുന്നു മോഹൻ ജീബ് നിക്കാൽത്താ ഹെ മോഹൻ ജീബ് പുറത്തേക്ക് നീട്ടി हाँ तो मिस्टर आपके पेट में कैसे होता है ऐसे ऐसे മോഹൻ बोलता नहीं कराता है അപ്പം എന്നിട്ട് ചോദിക്കാൻ വയറ്റിനകത്ത് എന്താണ് ഇങ്ങനെ ചെയ്യുന്നോ അപ്പം മോഹൻ ഒന്നും പറയുന്നില്ല വേദനയുടെ ആ ഒരു ഞരക്കം മാത്രമാണ് കാണിക്കുന്നത് മാ ബത്താവോ ബേട്ട ഡോക്ടർ സാഹബ് കോ സംജാതോ അപ്പം അമ്മ പറയണം മോനെ പറയേ നിനക്ക് എന്താ പ്രശ്നം എന്ന് നീ ഡോക്ടറോട് പറയേ ഡോക്ടർക്ക് മനസ്സിലാവട്ടെ അല്ലേ നീ പറയേ എന്ന് പറഞ്ഞു
മോഹൻ ജി ജി ऐसे ऐसे कुछ ऐसे ऐसे होता है. മോഹൻ പറയാണ് സാറിനോട്, ഐ മീൻ ഡോക്ടറോട്, ജി ऐसे ऐसे ഇങ്ങനെ कुछ ऐसे ऐसे होता है, हाथ से बताता है, उंगलियां बीजता है. डॉक्टर तबीयत तो बड़ी खराब है അല്ലേ. അപ്പം കൈയൊക്കെ ഇങ്ങനെ വിരിച്ചിട്ട് കൈ കൊണ്ടും വിരൽ കൊണ്ടൊക്കെയാണ് കുട്ടി പറയുന്നത്. ഇങ്ങനെ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് അവന് പറയാൻ പറ്റുന്നില്ല. ഡോക്ടർ തബിയത്ത് തോ ബഡി ഖരാബ് ഹേ അല്ലേ, എനിക്ക് എന്തോ വല്ലാതെ വേദന എടുക്കുന്നു, എൻ്റെ ആരോഗ്യം ശരിയല്ല, അല്ലെങ്കിൽ എനിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, എനിക്ക് ഇങ്ങനെ ചെയ്യുന്നു വയറ്റിനകത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് മോഹൻ പറഞ്ഞു. ഡോക്ടർ सहसा गंभीर होकर वह तो मैं देख रहा हूँ, चेहरा बताता है इसे काफ़ी दर्द है. ഇവൻ്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയേണ്ട നല്ലോണം വേദന എടുക്കുന്നുണ്ടെന്ന്. അസൽ മേം കൈ തരഹ്കെ ദർദ് ചൽ പടേ ഹെ. ഇപ്പം കുറേ തരത്തിലുള്ള വേദനകളുണ്ട്. ഇപ്പം കുറേ തരത്തിലുള്ള വേദനകൾ, അതായത് ഇപ്പം പുതിയ സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ കുറേ തരത്തിലുള്ള അസുഖങ്ങളുണ്ട്. അപ്പം എന്താണെന്ന് പറയാൻ പറ്റില്ല, അങ്ങനെയാണ് ഡോക്ടർ പറയുന്നത്. കൗലിക് പെയിൻ തോ ഹേ നഹി ഓർ ഫോഡ ബി നഹി ജാൻ പടുത്ത. അപ്പം കൗലിക് പെയിൻ ആണോ ഇനിയിപ്പോൾ ഫോഡ ആണോ, ഒരു തരം രോഗങ്ങളെക്കുറിച്ച് പറയുകയാണ്. അതായിരിക്കുമോ ഇതായിരിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. ബരാബർ പേറ്റ് ടട്ടോൾ തറാത്ത ഹേ, എന്നിട്ടിങ്ങനെ വയറൊക്കെ നല്ലോണം അമത്തിയൊക്കെ നോക്കുന്നുണ്ട്. മാ കാമ്പ് ഫോഡ, എന്താ ഫോഡ ആണോ ഇനി ആ അസുഖമാണോ എന്ന് പറഞ്ഞിട്ട് ആകെ അമ്മ വിഷമിച്ചു. അപ്പോൾ ഡോക്ടർ ജി നഹി വഹ് നഹി ഹേ. ഓ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതല്ല, ബിൽക്കുൽ നഹി ഹേ, അതൊന്നും അല്ല. മോഹൻ സെ സറ മുഹ് ഫിർ ഖോൽന എന്ന് വായ ഒന്നുകൂടി തുറന്നേ. ജീബ് നികാലോ, വീണ്ടും നാക്ക് പുറത്തേക്കിടൂ. മോഹൻ ജീബ് നികാൽത്താ ഹേ. ഹാ കബ്സ് ഹി ലഗ്താ ഹേ അല്ലേ. ഇത് കബ്സ് തന്നെയാണ്, അതായത് കോൺസ്റ്റിപ്പേഷൻ തന്നെയാണ് ഇതിൻ്റെ മെയിൻ കാരണം എന്ന് തന്നെയാണ് തോന്നുന്നത്, അല്ലാതെ വേറെ അസുഖമൊന്നും ആയിട്ട് തോന്നുന്നില്ല. കുച്ച് ബദ്ഹസ്മി ഭീ ഹേ അല്ലേ. എന്താണ് ബദ്ഹസ്മി? ഇൻഡൈജഷൻ, അതായത് ദഹനക്കേട് കൊണ്ട്. ബദ്ഹസ്മി മത്ലബ് ഇൻഡൈജഷൻ്റെ ഫലമായിട്ടാണ് ഈ ഇത് ഉണ്ടായിട്ടുള്ളത് അല്ലേ. മലബന്ധം, കബ്സ് ഒക്കെയാണ് ഈ പെയിൻ്റെ കാരണം. ഉടുത്തേ ഹേ, എഴുന്നേൽക്കുന്നു. കോയി ബാത്ത് നഹി ദവ ബിജ്താഹും അല്ലേ, ഞാൻ മരുന്ന് തരാം, പ്രശ്നമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു പിതാസെ. അപ്പോൾ ഡോക്ടർ എഴുന്നേറ്റു. എന്നിട്ട് ക്യോംന ആപ് ഹി ചലേ, മേരാ വിചാർ ഹേ കി ഏക് ഹി ഖുറാക്ക് പീനെ കെ ബാദ് തബിയത്ത് ടീക്ക് ഹോ ജായേഗി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എനിക്ക് തോന്നുന്നത് ഇതൊരൊറ്റ ഡോസിൽ തന്നെ ശരിയാകും, ഒറ്റ ഡോസ് മരുന്ന് കഴിക്കുമ്പോഴേക്കും തന്നെ ശരിയാകും. കബി കബി ഹവ റുക് ജാത്തി ഹെ ഓർ ഫന്ധ ഢാൽ ലേത്തി ഹെ, ബസ് ഉസിക്ക് ഏട്ടൻ ഹെ. അപ്പം ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വയറ്റിനകത്ത് ഡൈജഷൻ കാരണം മലബന്ധം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ കോൺസ്റ്റിപ്പേഷൻ കാരണം വായു കെട്ടിക്കിടക്കുന്നുണ്ട് വയറ്റിനകത്ത് അല്ലേ, ഗ്യാസ് ട്രബിൾ, അതിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഡോക്ടർ ജാത്തെ ഹെ, ഡോക്ടർ പോകുന്നു. മോഹൻ കെ പിതാ 10 का നോട്ട് ലിയേ പീച്ചെ പീച്ചെ ജാത്തെ ഹെ ഓർ ഡോക്ടർ സാഹബ് കോ ദേത്തെ ഹെ. ഡോക്ടർ പോകുമ്പോൾ മോഹൻ്റെ അച്ഛൻ വേഗം ഒരു 10 രൂപയുടെ നോട്ട് എടുത്തിട്ട് ഡോക്ടറിൻ്റെ പുറകെ ചെന്നിട്ട് അത് ഡോക്ടർക്ക് കൊടുക്കുന്നു. മാ സേങ്ക് തോ ദു ഡോക്ടർ സാഹബ്. അപ്പം അമ്മ പോകുന്ന ഡോക്ടറോട് വിളിച്ച് ചോദിക്കുകയാണ്, ചൂട് പിടിപ്പിക്കട്ടെ അല്ലേ, ആവി പിടിപ്പിക്കട്ടെ ഡോക്ടർ എന്ന് ചോദിച്ചു. ഡോക്ടർ ദൂർ സേ ഹാ ഗരം പാനി കി ബോത്തൽ സെ സേങ്ക് ദീജിയേ. ഡോക്ടർ ജാത്തെ ഹെ, മാ ബോത്തൽ ഉഡാത്തി ഹെ, പടോസിൻ ആത്തി ഹെ. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ദൂരെ ചെന്നല്ലോ അല്ലേ, പുറത്തേക്ക് എത്താറായി. അപ്പോൾ ഡോക്ടർ ദൂരെ നിന്ന് വിളിച്ച് പറഞ്ഞു, ആ ശരി, നല്ല ചൂടുള്ള വെള്ളം വെച്ചിട്ട് ബോട്ടലിലാക്കിയിട്ട് ചൂട് പിടിപ്പിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല, നല്ല തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോയി. അപ്പോൾ അമ്മ എന്ത് ചെയ്തു, വേഗം അവിടെ വെള്ളം അവർ ഓൾറെഡി ചൂട് വെച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ അവരതെടുത്തിട്ട് മോഹൻ്റെ വയറ്റിനകത്ത് ചൂട് വയ്ക്കാൻ തുടങ്ങി. അപ്പോഴേക്കും പടോസിനാത്തി ഹെ, അപ്പോഴേക്കും വേറൊരു നൈബർ, ഒരു ലേഡി അവിടേക്ക് വന്നു. പടോസിൻ ക്യോ മോഹൻ കി മാ കേസാ ഹേ മോഹൻ, മോഹൻ്റെ അമ്മയെ മോഹനിപ്പോൾ എങ്ങനെയുണ്ട് എന്നും ചോദിച്ചുകൊണ്ട് വന്നു. आओ जी, रामू की काकी कैसा क्या होता, लोचा लोचा फिरे है, जाने वह ऐसे ऐसे दर्द क्या है, लड़के का बुरा हाल कर दिया. അപ്പോൾ അമ്മ പറയണ വരൂ. അപ്പം ഈ പടോസിൻ വന്നിട്ടുണ്ടല്ലോ അല്ലെ, നൈബർ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അവരെ അകത്തേക്ക് വിളിച്ചിരിക്കുകയാണ്. വരൂ റാമു കി കാക്കി വരൂ, കേസാ ക്യാ ഹോത്താ ഹെ, എന്താന്ന് പറയാനാ, അപ്പം എന്ത് പറയാനാ അല്ലേ. ലോച്ച ഫിറാ ഹെ, അവിടെ ഇവിടെയൊക്കെ കളിച്ചുകൊണ്ടിരുന്ന നടന്നവനാണ്
ചോദിക്കുകയാണ്, ജാനെ വഹ് ऐसे ऐसे दर्द क्या है, ആർക്കറിയാം ഈ ऐसे ऐसे എന്ന് പറയുന്ന ഈ വേദന എന്തുവാന്ന് ആർക്കറിയാം. ലടുക്കേക്ക ബുര ഹാൽ കരുതിയ അല്ലെ, എൻ്റെ മോൻ്റെ പണി കഴിഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ മോൻ ഒരുപാട് വിഷമിച്ചു, അവൻ വല്ലാണ്ട് ആയിപ്പോയി എന്ന് അമ്മ ആ പടോസിനോട് പറയാണ്. പടോസിൻ നാ ജി ഇത്തി നൈ നൈ ബിമാരിയാം നിക്കലി ഹേ, ഇപ്പം പുതിയതായിട്ട് എന്തൊക്കെ അസുഖങ്ങളാ വരുന്നേ. ദേഖ് ലേന യഹ് ബി കൊയ് നൈ ദർദ് ഹോഗ, ചിലപ്പം ഇതും എന്തെങ്കിലും ഒരു പുതിയ വേദന ആയിരിക്കും. റാം മാരി ബിമാരിയാമിനെ തങ്ക് കരുതിയ അല്ലേ, ഇങ്ങനെ ഓരോ അസുഖങ്ങൾ വന്നാൽ വല്ലതുകൊണ്ട് നമ്മൾ ചുറ്റിപ്പോവും, വല്ലാണ്ട് നമ്മൾ വിഷമിച്ചു പോവും. നയേ നയേ ബുഖാർ നികൽ ആയേ ഹേ, പുതിയ പുതിയ പനികളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. വഹ് ബാത്ത് ഹേ കി ഖാന പിനാത്തോ റഹാ നഹി, കഴിക്കാനും കുടിക്കാനും ഒന്നും പറ്റത്തില്ല. പുതിയ പുതിയ അസുഖങ്ങളും പനികളും ഒക്കെ വരുന്നുണ്ട്, ഇതിപ്പോൾ എന്താണെന്ന് ആർക്കറിയാം എന്നൊക്കെ അവർ പറയാണ്. മാ ഡോക്ടർ കഹ്താ ഹേ കി ബദ്ഹസ്മി ഹേ അല്ലേ, ഇത് ഇൻഡൈജഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഡോക്ടർ പറഞ്ഞു. ആജ് തോ റോട്ടി ബി ഉൻകെ സാത്ത് ഖാഖ ഗയാ ഥാ അല്ലേ, ഇന്ന് വെറും റോട്ടിയാണ് അവൻ കഴിച്ചിട്ടുള്ളത്. വഹാം ബി കുച്ച് നഹി ഖായ, അവിടെ നിന്നൊന്നും കഴിച്ചിട്ടില്ല. ആജ് കൽ തോ ഭിന ഖായെ ബീമാരി ഹോത്തി ഹെ, ബാഹർ സെ ആവാസ് ആത്തി ഹെ, മോഹൻ മോഹൻ ഫിർ മാസ്റ്റർ ജി കാ പ്രവേശ് ഹോത്താ ഹെ. ആജ്കൽ തോ ബിനാ ഖായെ ബീമാരി ഹോത്തി ഹെ, അപ്പോൾ ഇന്ന് ഒന്ന് കഴിച്ചില്ലെങ്കിലും അസുഖം വരും എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പുറത്തുനിന്ന് ആരോ മോഹൻ മോഹൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിളി കേട്ടു. അതിനുശേഷം മാസ്റ്റർ ജി കാ പ്രവേശ് ഹോത്ത ഹെ. അപ്പോൾ ഈ മോഹൻ മോഹൻ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരുന്നത് ആരാണ്? മോഹൻ്റെ ടീച്ചറാണ് അല്ലേ, മോഹൻ്റെ മാസ്റ്റർ ജി ആണ്, ടീച്ചറാണ് മോഹനെ അന്വേഷിച്ചിട്ട് വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. മാ ഓഹ് മോഹൻ കി മാസ്റ്റർ ജി ഹേ പുക്കാർക്ക്, ആ ജായിയേ. അപ്പം പെട്ടെന്ന് അമ്മ, അയ്യോ മോഹൻ്റെ ടീച്ചറാണല്ലോ വന്നിരിക്കുന്നേ, വരൂ വരൂ എന്ന് പറഞ്ഞു. मास्टर सुना है कि मोहन के पेट में कुछ ऐसे ऐसे हो रहा है, क्यों भाई पास आकर, हाँ चेहरा तो कुछ उधरा हुआ है. അപ്പോൾ മാസ്റ്റർ വന്നിട്ട് ചോദിച്ചു, എന്താ മോഹന് വയറ്റിനകത്ത് എന്തോ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ എന്തോ ഒരു വേദന വന്നിട്ടുണ്ടെന്ന് പറയുന്ന കേട്ടല്ലോ, എന്ത് പറ്റിയിടാ നിനക്ക്? അടുത്ത് വന്നിട്ട്, അയ്യോ മുഖമൊക്കെ വല്ലാണ്ട് വാടിപ്പോയല്ലോ, ദാദാ കൽ തോ സ്കൂൾ ജാനാ ഹേ അല്ലേ, നാളെ സ്കൂളിലേക്ക് വരണ്ടേ. തുമാരെ ബിനാ തോ ക്ലാസ് മേം റൗനക് ഹി നഹി രഹേങ്കി അല്ലേ, നീ ഇല്ലാതെ ക്ലാസ് ആകെ ഉറങ്ങിപ്പോയിരിക്കും അല്ലേ, നീ ഇല്ലാതെ ക്ലാസ്സിനകത്ത് ഒരു രസം ഉണ്ടാവില്ല. ക്യോ മാതാജി ആപ്പിനെ ക്യാ ഖിലാ ദിയാ ഥാ ഇസേ, അപ്പം അമ്മയോട് പറയാം, എന്താ അമ്മേ ഇവൻ എന്താ കഴിക്കാനായിട്ട് കൊടുത്തത് അല്ലേ, ഇവൻ എന്താ കൊടുത്തേ എന്ന് മാസ്റ്റർ ചോദിച്ചു. മാ ഖായാ തോ ബേചാരേനെ കുച്ച് നഹി, അല്ല ഇവൻ പാവം ഒന്നും കഴിച്ചിട്ടില്ല. മാസ്റ്റർ തബ് ഷായദ് ന ഖാനെ കാ ദർദ് ഹേ, ചിലപ്പോൾ ന ഖാനെ കാ ദർദ്, ഒന്നും കഴിക്കാത്തത് കൊണ്ട് വന്ന വേദനയായിരിക്കോ. സമജ് ഗയാ ഉസി മേം ഏസെ ഏസെ ഹോത്താ ഹേ, മനസ്സിലായി, ഇവനെ ഇങ്ങനെയാണല്ലേ വേദന എടുക്കുന്നത്. മാ പർ മാസ്റ്റർ ജി വൈദ്യ ഓർ ഡോക്ടർ തോ ദസ്ത് കി ദവാ ഭേജേംഗെ, അപ്പം വയറ്റിന്ന് മോഷനൊക്കെ ക്ലിയറായി പോകാനുള്ള മരുന്ന് ഡോക്ടറും വൈദ്യനും ഒക്കെ തന്നിട്ടുണ്ട് എന്ന് അമ്മ പറഞ്ഞു. मास्टर माधाजी मोहन की दवा वैद्य और डॉक्टर के पास नहीं है, इसकी ऐसे ऐसे की बीमारी को मैं जानता हूँ. അപ്പോൾ മാസ്റ്റർ പറയാണ്, അമ്മേ ഈ മോഹൻ്റെ മരുന്നുണ്ടല്ലോ, അതായത് വൈദ്യരും ഡോക്ടറും ഒക്കെ കൊടുത്ത മരുന്ന്, ഇസ്കി ऐसे ऐसे का बीमारी को मैं जानता हूँ, ഇവൻ്റെ ഈ ഇങ്ങനെയുള്ള ഈ ഒരു അസുഖം ഉണ്ടല്ലോ അത് എനിക്ക് അറിയാം. അക്സർ മോഹൻ ജैसे लड़कों को വഹോ ജാതി ഹെ, അതായത് എപ്പോഴും മോഹനെ പോലെയുള്ള കുട്ടികൾക്ക് ഈ അസുഖം വരാറുണ്ട്. മാ സച്ച് ക്യാ ബിമാരി ഹേ യഹ്, അപ്പം അമ്മ ചോദിക്കുകയാണ്, ശരിക്കും അതെന്ത് അസുഖമാണ് ടീച്ചറെ, അതെന്ത് അസുഖമാണ് മാസ്റ്റർ ഇങ്ങനെ മോഹനെ പോലെയുള്ള കുട്ടികൾക്ക് വരുന്നത്? അപ്പം മാസ്റ്റർ അബി ബത്താത്താഹും, ഞാൻ ഇപ്പോൾ പറയാം മോഹനോട്. അച്ഛാ സാഹബ് ദർദ് തോ ദൂർ ഹോ ഹി ജായേഗാ ഡറോ മത്ത്, ഇപ്പം വേദനയൊക്കെ ദൂരെ പോകും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബേശക് കൽ സ്കൂൾ മത്ത് ആന, അതായത് നീ നാളെ സ്കൂളിലേക്ക് വരണ്ട. പർ ഹാ एक बात तो बताओ, स्कूल का काम तो पूरा कर लिया है, പക്ഷെ ഒരു കാര്യം പറയേ, നീ ഹോംവർക്ക് ഒക്കെ ചെയ്തോ, എല്ലാം പഠിക്കാനുള്ളതൊക്കെ പഠിച്ചോ? മോഹൻ ചുപ് രഹതാ ഹെ, മോഹൻ ഒന്നും പറയുന്നില്ല, മിണ്ടാതിരിക്കുന്നു. മാ ജവാബ്
ജവാബ് ദോ ബേട്ടാ മാസ്റ്റർ ജി ക്യാ പൂछते हैं. അപ്പം അമ്മ ചോദിക്കുകയാണ്, മോനെ മറുപടി പറയേ, നീ ടീച്ചർ ചോദിക്കുന്ന കണ്ടില്ലേ, മാസ്റ്റർ ചോദിക്കുന്ന കണ്ടില്ലേ, നീ എന്താ ഒന്നും പറയാതെ നിൽക്കുന്നേ. മാസ്റ്റർ ഹാ ബോലോ ബേട്ടാ, പറയൂ മോനെ എന്ന് മാസ്റ്ററും ചോദിച്ചു. മോഹൻ കുച്ച് ദേർ ഫിർ മൗണ്ട് റഹ്താ ഹെ ഫിർ ഇൻകാർ മീം സിർ ഹിലാത്താ ഹെ. അപ്പം മോഹൻ കുറച്ച് സമയം ഒന്നും മിണ്ടാതെ ഇരുന്നു, അതിനുശേഷം ഇല്ല എന്നുള്ള രീതിയിൽ തലയാട്ടി, അതായത് ഹോംവർക്ക് ഒന്നും ഫിനിഷ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ തലയാട്ടി. मोहन जी सब नहीं हुआ. അപ്പം മോഹൻ ജി സബ് നഹി ഹുവ, അവസാനം വായ തുറന്ന് പറഞ്ഞു ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. മാസ്റ്റർ ഷായദ് സവാൽ റഹ് ഗയേ ഹേ മോഹൻ ജി. അപ്പം ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെ വെച്ചിരിക്കുകയാണെന്നല്ലേ. അപ്പം മോഹൻ അതെ. മാസ്റ്റർ തോ യഹ് ബാത്ത് ഹേ ഏസേ ഏസേ കാം ന കർനെ കാ ഡർ ഹേ അല്ലേ. അപ്പം ഏസേ ഏസേ എന്ന് പറയുന്നത് കാം ന കർനെ കാ ഡർ ഹേ, ഇത് ഹോംവർക്ക് ഒന്നും ചെയ്യാത്തത് കൊണ്ടുള്ള പേടിയാണ് ഈ എസ് എ അല്ലേ. അപ്പോൾ മാസ്റ്ററിനാണ് എന്താ മോഹൻ്റെ ഈ എസ് എയുടെ മീനിങ് കറക്റ്റായിട്ട് മാസ്റ്ററാണ് കണ്ടുപിടിച്ചത്. എന്താണ്? കാം ന കർനെ കാ ഡർ ഹെ എസ് എ. അപ്പം മോഹന് വന്നിരിക്കുന്ന ഈ ഒരു ന്യൂ അസുഖം എന്ന് പറയുന്നത്, പുതിയ ഒരു അസുഖം എന്ന് പറയുന്നത് എന്താണ്? എസ് എ കാം ന കർനെ കാ ഡർ ഹെ അല്ലേ, ഒരു ഹോംവർക്കും ചെയ്യാത്തതിൻ്റെ പേടിയാണ്. മാ ചൗക്ക് കർ ക്യാ, അപ്പോഴേക്കും അമ്മ ഞെട്ടിപ്പോയല്ലേ ആകെ. എന്ത്? മാസ്റ്റർ ഹാസ്കർ കുച്ച് നഹി മാതാജി മോഹൻ ने महीना भर मौज की സ്കൂൾ കാ കാം റഹ് ഗയ. അപ്പം മാസ്റ്റർ പറയാണ് ചിരിച്ചുകൊണ്ട്, ഒന്നുമില്ല മാതാജി മോഹനെ മഹീന ബാർ മൗജിക്ക്, അതായത് മാസം മുഴുവനുള്ള ഒരു കാര്യമാണ് സ്കൂൾ കാ കാം റഹ് ഗയ അല്ലേ. സ്കൂളിൽ ഒരു മന്ത്ലി ടെസ്റ്റോ മീനിങ് മാസത്തിലൊരു കാര്യം. ആജ് ഗയാലായ, ഇന്നാണ് അവന് ഓർമ്മ വന്നത്. ബസ് ഡർക്കെ മാരെ പേട്ടുമേം ഏസേ ഏസേ ഹോനെ ലഖ ഏസേ ഏസേ, അപ്പോഴാണ് അവന് വയറ്റിനകത്ത് ഇങ്ങനെ ഏസേ ഏസേ തോന്നി തുടങ്ങിയത്. അച്ഛാ ഉഡിയേ സാഹബ്, ശരിയാണോ അച്ഛാ എന്ന് പറഞ്ഞിട്ട്, ഉഡിയേ സാഹബ് ആപ്കെ ഏസേ ഏസേക്ക് ധവ മേരെ പാസ് ഹേ. നിൻ്റെ ഈ ഏസേ ഏസേൻ്റെ എന്ന രോഗത്തിൻ്റെ മരുന്ന് എൻ്റെ അടുത്തുണ്ട്. സ്കൂൾ സെ ആപ്കോ 2 दिन की छुट्टी मिलेगी. സ്കൂളിൽ നിന്ന് നിനക്ക് 2 ദിവസത്തെ ലീവ് കിട്ടും. आप उसमें काम पूरा करेंगे और आपका ऐसे ऐसे दूर भाग जाएगा. അപ്പോൾ 2 ദിവസത്തെ അവധി കിട്ടുമ്പോൾ ആ 2 ദിവസം ഇരുന്നിട്ട് ആ ഹോംവർക്ക് മുഴുവനും സ്കൂളിൽ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ മുഴുവനും ചെയ്തു തീർക്കുക. അപ്പോൾ ഈ എസ് എന്നുള്ള അസുഖം പൂർണ്ണമായിട്ട് മാറുന്നതാണ്. മോഹൻ ഉസി തരഹ് മുഖ് ചിപ്പാഹെ രഹത്താഹെ. അപ്പോൾ മോഹൻ മുഖം ഇങ്ങനെ ഒളിപ്പിച്ചിരിക്കുകയാണ്, ആരെയും നോക്കാൻ പറ്റുന്നില്ല. അബ് ഉടുക്കർ സവാൽ ശുരു കീജിയെ. उठिए गाना मिलेगा. मोहन उड़ता है, माँ टघी सी देखती है. दूसरी ओर से पिता और दीनानाथ दवा लेकर प्रवेश करता है. അപ്പം മോഹൻ ആരെയും നോക്കാൻ പറ്റാണ്ട് ആകെ ചമ്മി വിഷമിച്ച് നിൽക്കുകയാണ്. അബ് ഉടുക്കർ സവാൽ ശുരു കീജിയെ. അപ്പം ഇനി എഴുന്നേറ്റിട്ട് ക്വസ്റ്റ്യൻ തുടങ്ങുകയാണ്. ഉഠിയേ ഖാന മിലേക. അപ്പം എഴുന്നേക്ക് വല്ലം കഴിക്കാം. മോഹൻ ഉടുത്താ ഹെ. അപ്പം മോഹൻ എഴുന്നേൽക്കുന്നു. എന്നിട്ട് മാ ടഖീസെ ദേഖ്തി ഹെ, ദേഷ്യത്തോടെ അല്ലേ. അമ്മ വല്ലാണ്ടൊരു നോട്ടം നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ദൂസരി ഓർസെ പിത ഓർ ദീനാനാഥ് ദവാ ലേക്കർ പ്രവേശ് കർത്താ ഹെ. അച്ഛനും പിന്നെ അവരുടെ നൈബറായിട്ടുള്ള ദീനാനാഥും മരുന്നും കൊണ്ട് പ്രവേശിക്കുന്നു. माँ क्यों रे मोहन, तेरे पेट में तो बहुत बड़ी दाढ़ी है. हमारे तो जान निकल गई. 15-20 रुपये खर्च हुए सो अलग पिता से. देखा जी आपने. അപ്പോൾ അമ്മ പറയാണ്, ക്യോം രേ മോഹൻ, എന്താ മോഹൻ തേരെ പേറ്റ് മേം തോ ബഹുത്ത് ബഡി ധാടി ഹേ. എന്താ നിൻ്റെ വയറ്റിനകത്ത് എന്താ നിനക്ക് പ്രശ്നം? ഹമാരി തോ ജാൻ നികൽ ഗയി, എൻ്റെ ജീവൻ അങ്ങോട്ട് പോയി അല്ലേ. 15-20 रुपये ഖർച്ച് ഹുയേ അല്ലേ. 15-20 രൂപയോളം ഇപ്പോൾ ചിലവായിട്ടുണ്ട്. എന്താണ് പിതാസെ ദേഖ് ജി ആപ്പിനെ. അച്ഛനോട്, നിങ്ങളിത് കണ്ടോ, ഇവൻ എന്താ ഈ ചെയ്തു വെച്ചിരിക്കണമെന്ന് കണ്ടോ? ഇപ്പം ആകെ 10-15-20 രൂപയോളം ചിലവായി. എൻ്റെ ജീവൻ അങ്ങോട്ട് പോയി, ഞാൻ വിഷമിച്ചു അല്ലേ, ഇവൻ എന്താണെന്ന് അറിയാണ്ട്. അപ്പം പിതാ ചകിത് ഹോക്കർ ക്യാ ഹുവ. അപ്പോഴേക്കും അച്ഛൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ, അച്ഛൻ ഇപ്പോഴല്ലേ വന്നേ. അപ്പം അച്ഛൻ ആകെ ആശ്ചര്യപ്പെട്ട്, എന്ത് പറ്റി മാ
क्या क्या होता, यह ऐसे ऐसे पेट का दर्द नहीं है, സ്കൂൾ കാ കാം ന കർണേ കാ ഡർ ഹൈ. അപ്പോൾ ഈ എസെ എസെ എന്ന് പറയുന്നത് വയറ്റിനകത്തുള്ള വേദനയൊന്നുമല്ല, ഇത് സ്കൂളിലെ ഹോംവർക്ക് ഒന്നും ചെയ്യാത്തോണ്ടുള്ള പേടിയാണ്. പിതാ ഹേ, അച്ഛൻ ആകെ ആശ്ചര്യപ്പെട്ടു. എന്ത്? ദവാക്കി ശീശി ഹാത്ത് സെ ചൂട്ട്കർ ഫർഷ് പർ ഗിർ പടുത്തി ഹെ. അപ്പം ആ മരുന്നിൻ്റെ ബോട്ടിൽ കയ്യിലുണ്ടായിരുന്നത് താഴെ നിലത്ത് വീണു അല്ലേ. അച്ഛൻ പെട്ടെന്ന് മോൻ എന്തോ വലിയ അസുഖമാണെന്നും പറഞ്ഞ് മരുന്നൊക്കെ മേടിച്ചു കൊണ്ട് വന്നാണ്. പെട്ടെന്ന് അസുഖമൊന്നുമല്ല ഇതാന്ന് അറിഞ്ഞപ്പം അച്ഛൻ്റെ കയ്യിലുള്ള ബോട്ടിൽ താഴെ വീണു. एक क्षण सन ठगी से मोहन को देखते हैं फिर हाम्स पड़ते हैं. ഒരു നിമിഷം മോഹനെ വല്ലാണ്ടൊന്നിങ്ങനെ നോക്കി നിന്നു, പക്ഷെ പിന്നീട് അച്ഛൻ ചിരിച്ചു. ദീനാനാഥ് വാഹ് മോഹൻ വാഹ് അല്ലേ. ദീനാനാഥ് മോഹനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിൽ വാഹ് മോഹൻ അസ്സലായി അല്ലേ, നിൻ്റെ ഡ്രാമ അസ്സലായി. പിതാ വാഹ് ബേട്ടാജി വാഹ് തുമ്നെ തോ ഖൂബ് ചഖായ അല്ലേ, നീ നല്ലോണം ഞങ്ങളെ വട്ടം കറക്കിച്ചു, നീ നല്ലോണം ഞങ്ങളെ വിഷമിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അച്ഛനും പറഞ്ഞു. ഏക് അട്ടഹാസ് കെ ബാദ് പർദ ഗിർ ജാത്ത ഹെ. ഒരു അട്ടഹാസം അല്ലേ, എല്ലാവരുടെയും കൂട്ടച്ചിരി. അതിനുശേഷം കർട്ടൻ വീണു. അപ്പം ഈ കുട്ടികൾ വിഷ്ണു പ്രഭാകരൻ്റെ ഈ നാടകത്തിൽ ചെറിയ കുട്ടികൾ സ്കൂളിൽ ഹോംവർക്ക് ചെയ്യാണ്ടും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പേടിച്ചിട്ട് സ്കൂളിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വയറുവേദന എടുക്കുന്നു, തലവേദന എടുക്കുന്നു, കാലുവേദന എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂളിൽ പോവാതെ കള്ളത്തരം കാണിക്കും അല്ലേ. അങ്ങനെയാണ് ഇവിടെ മോഹൻ നെക്സ്റ്റ് ഡേ ക്ലാസ്സിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ ചെയ്തിട്ടുള്ള ഒരു ഡ്രാമയായിരുന്നു ഈ ഡ്രാമ, എസ് എന്നുള്ള ഡ്രാമ അല്ലേ. അപ്പം ആക്ച്വലി ചെറിയ കുട്ടികൾക്ക് എന്തെങ്കിലും പെയിൻ വന്നു കഴിഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും അവർക്ക് അറിയത്തില്ല. അപ്പം അവരങ്ങനെയൊക്കെ തന്നെ പറയത്തുള്ളൂ. പക്ഷേ ഇവിടെ എസ് എന്ന് പറയുന്നത് എന്താണ്? പേട്ട് കാ ദർദ് നഹി ഹേ, സ്കൂൾ കാ കാം ന കർണേ കാ ഡർ ഹേ അല്ലേ. അപ്പം എസ് എന്നുള്ള ഈ ഒരു ഡ്രാമ ഇത് എല്ലാവർക്കും നല്ലോണം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കാണുക. ഓക്കെ, താങ്ക് യു for watching.